കാണുന്നില്ലേ? എന്റെ പേര് എന്നോട് വന്ന് പോലീസ് പേര് ചോദിക്കാം. നിങ്ങൾ എവിടുന്നാ വരുന്ന സബ് ഇൻസ്പെക്ടർ? നിങ്ങൾ എവിടുന്ന പോലീസായത്? എന്നോട് വന്ന് പേര് ചോദിക്കാം. സമരം നടന്നുകൊടുക്കുമ്പോ നിങ്ങളല്ല ഏത് പോലീസാ? അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക വിവേചനത്തിനെതിരെയും അതുപോലെ ഓരോ പ്രശ്നങ്ങളും നമ്മുടെ നേഴ്സുമാരുടേതാണെങ്കിൽ അത് നേഴ്സുമാരുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടും വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. റേഷ്യോ അതുപോലെ നമുക്ക് നേടിയെടുക്കേണ്ട പല ഇവരോട് ഞാൻ പറഞ്ഞു ഡ്യൂട്ടിയിൽ വന്ന വീഴ്ചയാണിത്. ഇത് നിങ്ങൾ ഇവിടെ കുറ്റപ്പെടുത്തിയ കാര്യമില്ല. എന്തുകൊണ്ട് ഈ സമര കളക്ടറേറ്റിനകത്തേക്ക് കയറി? നിങ്ങളുടെ ഡ്യൂട്ടിയിൽ വന്ന വീഴ്ചയാണ്. SI എന്ന രീതിയിൽ നിങ്ങളുടെ വീഴ്ചയാണ്. സബ് ഇൻസ്പെക്ടർ എന്നതിൽ നിങ്ങളുടെ വീഴ്ചയാണ്. നേരത്തെ നോട്ടീസ് കൊടുത്തു. പിന്നെ ഈ സമരത്തിനടുത്ത് വന്നിട്ട് നിങ്ങളുടെ പേരെന്താ? ഇതാണോ പോലീസിന്റെ രീതി? ഇതാണ് സമീപനം. എന്നോട് ഒന്ന് പേര് വയ്ക്കല്ലേ ഈ പോലീസ്? പേര് പറഞ്ഞു കൊടുക്കണം പോലും. എന്തിന് കേസെടുക്കാൻ ഞാൻ നമുക്ക് പേര് പറഞ്ഞാലോ? ഇത് പോലീസിന്റെ സബ് ഇൻസ്പെക്ടർ എന്ന രീതിയിൽ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളുടെ വീഴ്ചയാണ്. നോട്ടീസ് കൊടുത്ത് ഔട്ട് ചെയ്ത സമരമാണ്. ഇവർക്കറിയില്ല. നിങ്ങളുടെ മാധ്യമപ്രവർത്തകരെല്ലാവരും ഉണ്ട്. എത്ര സമരം നടത്താറുണ്ട്? നിങ്ങളുടെ വീഴ്ചയാണ്. ഗേറ്റിനടുത്ത് സമരം തടയണം. തടയണ്ടേ? നിങ്ങൾ ഗേറ്റിനടുത്ത് സമരം തടയണം. പറഞ്ഞോ? SIയുടെ ഭാഗത്തുണ്ടായ വീഴ്ചയാണ്. നിങ്ങളുടെ വീഴ്ച നിങ്ങൾ ഞങ്ങളുടെ പേക്ക് അടിച്ചേൽപ്പിക്കണ്ട. ഇവിടെ മാധ്യമപ്രവർത്തകരെല്ലാം കാണുന്നില്ലേ? എന്റെ പേര് എഴുതിയെടുക്കണം. എന്നോട് വന്ന് പോലീസ് പേര് ചോദിക്കാം. നിങ്ങൾ എവിടുന്നാ വരുന്ന സബ് ഇൻസ്പെക്ടർ? നിങ്ങൾ എവിടുന്ന പോലീസായത്? എന്നോട് വന്ന് പേര് ചോദിക്കാം. സമരം നടന്നുകൊടുക്കുമ്പോ നിങ്ങളല്ല ഏത് പോലീസാ? കേരളത്തിലെ ഗവൺമെന്റിന് മോശം ഉണ്ടാക്കരുത്. പിണറായി വിജയൻ മാധ്യമപ്രവർത്തകർ നോക്കിക്കല്ലേ? എന്നോട് ഒന്ന് പേര് ചോദിക്കല്ലേ? മാധ്യമപ്രവർത്തകരോട് എല്ലാവരും നോക്കല്ലേ? മുഴുവൻ മാധ്യമപ്രവർത്തകർ SI ആണ്. ഞാൻ MLA ആണ്. ഇവിടെ പ്രോട്ടോകോൾ ഉണ്ട്. നമ്മുടെ ഗവൺമെന്റിന് മോശം ഉണ്ടാക്കുന്ന നിങ്ങളെ പോലെ പോലീസ് മനസ്സിലായില്ലേ? പോലീസിന്റെ ഡ്യൂട്ടി എന്താ? കളക്ടറേറ്റിനടുത്തേക്കുള്ള സമരം തടയാനുള്ള പോലീസിന്റെ ഡ്യൂട്ടി. ആ ഡ്യൂട്ടിയിൽ വീഴ്ചയാക്കിയ SI ആണ്. അതിവിടെ സമരക്കാരുടെ മുകളിലാണ് അടിച്ചേൽപ്പിക്കേണ്ടത്. ഞങ്ങൾ ഇത്തിരി നിങ്ങൾ സമരം മാധ്യമങ്ങൾ കൊടുത്തതല്ലേ? തടയണ്ടേ സമരം? സമൂഹത്തിന്റെ ഏറ്റവും സംഘടന നടത്തിയിട്ടുള്ള ഇടപെടലുകൾ വളരെ പ്രസക്തമാണ്. വളരെ ശക്തമായിട്ടുള്ള ഇടപെടലുകൾ നിങ്ങളത് വെറുതെ നമ്മുടെ ഗവൺമെന്റ് പറഞ്ഞു നിങ്ങൾ ഇറങ്ങിയില്ല. പരിപാടി തുടങ്ങിയിട്ടില്ല. പോലീസ് വന്നിട്ട് പേര് ചോദിക്കും. നിങ്ങൾ അവിടെ SI ആയത് എന്താ ഞങ്ങള്? വലിയ നഷ്ടങ്ങളുടെ കണക്കുകളാണ് പറയുന്നത്. നമുക്കറിയാം നിങ്ങളെന്ത് പോലീസാ? വീഡിയോ എടുക്കും. നിങ്ങളെന്ത് പോലീസാ? എവിടുന്ന പോലീസായത്? പോലും ഗഡു നമുക്ക് ലഭിച്ചില്ല. ഡ്യൂട്ടി നിങ്ങൾ ചെയ്തോ? 2019 ഞാൻ നിങ്ങളെ വീഡിയോ എടുക്കട്ടെ. മാധ്യമപ്രവർത്തകരുടെ വീഡിയോ ഉണ്ട്. അവരെ മുന്നിൽ തന്നെ ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ തടയണ്ടേ ഗേറ്റിൽ സമരം? എത്ര സമരം ചെയ്തിട്ടുണ്ട്? ഈ നഴ്സുമാർ എപ്പോ സമരം ചെയ്യുന്നവരൊന്നുമല്ല. നിങ്ങൾ പത്രത്തിൽ ഔട്ട് ചെയ്ത് നേരത്തെ നോട്ടീസ് കൊടുത്ത സമരമാണ്. എന്നിട്ട് ഇവിടെ ഷോ ഉണ്ടാക്കുന്നു. നമുക്കറിയാം. അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെന്റിന് പേര് ദോഷം ഉണ്ടാക്കരുത് കേട്ടല്ലോ. ഈ ഗവൺമെന്റ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതാ. ആഭ്യന്തര വകുപ്പ് മികച്ചതാ. നിങ്ങളെ പോലെ ചില ആളുകളാ ഇന്ന് മോശപ്പെടുത്തുന്നത്. 2019 തൊട്ട് ഇങ്ങോട്ട് സംസ്ഥാന സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചോളം കുറെ നഷ്ടങ്ങളുടെ കണക്കുകളാണ് നമുക്ക് പറയാനുള്ളത്. എന്നിരുന്നാലും മനസ്സിലായില്ലേ? ഇയാള് കാരണം ഇയാൾ ഒരൊറ്റ ഒരുത്തരാണ് ഇതിന്റെ കാരണം. ഇയാളാരാ? ഇയാളെ പോലീസ് എടുത്ത് ആദ്യം നമ്മൾ മാറാന്ന് പറഞ്ഞാൽ ഇയാളാരാ? സുരേഷ് ഗോപി സൈനിക കളിക്കുന്നത് ഇയാളൊക്കെ SI പോലീസിന് അപമാനം ഉണ്ടാക്കല്ലോ. ഇത് കേരളത്തിലെ പോലീസാ, പിണറായി വിജയന്റെ പോലീസാ. ഇയാളെ പോലെ ആളാണ് മോശം ഉണ്ടാക്കുന്നത്. വീട്ടിൽ മാറാന്ന് പറഞ്ഞല്ലേ? ഇയാൾ സ്റ്റൈല് വല്ല കളിക്കേണ്ട കാര്യമുണ്ടോ?
എനിക്കറിയാന്നേ നമ്മൾ എത്ര സമരം ഇവർക്കറിയില്ല. ഇവരെ നിങ്ങൾ ഗേറ്റ് എന്ത് ചെയ്യണം? പോലീസ് രണ്ടാളാണെന്ന പ്രശ്നത്തിനാ. നിങ്ങൾ എവിടെ പോയി? പത്രത്തിന് ഔട്ട് ചെയ്തല്ലേ? ഈ കളക്ടറേറ്റിലേക്ക് മാർച്ച് എവിടെ പോയി പോലീസ്?